ഇനി റിപ്പയർ എന്നൊരു ടോപ്പിക്കാണ്, പുതിയൊരു ടോപ്പിക്ക് വരുന്നത്. റിപ്പയർ എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ റിലയബിലിറ്റിയുടെ സമയത്ത് നമ്മൾ ഫെയിലിയറിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റി. ഇപ്പോൾ ഫെയിലായ സാധനം തിരിച്ച് റിപ്പയർ ചെയ്ത് ഒറിജിനൽ കണ്ടീഷനിലേക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ റിപ്പയറിൽ വരുന്നത്. അപ്പോൾ എന്താണ് അപ്പോൾ റിപ്പയറിൽ നമ്മൾ ഫെയിലിയർ റേറ്റിനെ പറ്റി പറഞ്ഞായിരുന്നു. ലാംഡ എന്ന് പറഞ്ഞാൽ ഒരു ഗിവൺ ടൈമിൽ എത്ര എണ്ണം ഫെയിൽ ആവുന്നു, അതാണ് ഫെയിലിയർ റേറ്റ് ലാംഡ. ഇതെന്ന് വെച്ചാൽ റിപ്പയർ റേറ്റാണ്. ലാംഡ നേരത്തെ വന്നിടത്ത് ഇവിടെ എല്ലാം 6 വരും, റിപ്പയർ റേറ്റ് 6. അപ്പോൾ റിപ്പയർ റേറ്റ് 6 എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? നമ്പർ ഓഫ് റിപ്പയേഴ്സ് ബൈ ടോട്ടൽ ടൈം ഓഫ് റിപ്പയർ. അത് തന്നെയല്ലേ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര റിപ്പയർ നടക്കുന്നു എന്നുള്ളത്. സപ്പോസ് ഒരു 50 മണിക്കൂറിൽ 5 റിപ്പയർ നടന്നെങ്കിൽ ഇവിടെ 6 എത്ര? 5/50 ആയിരിക്കും. അപ്പോൾ 1/10 അല്ലേ? അപ്പോൾ 10 മണിക്കൂറിൽ ഒരു റിപ്പയർ, അതായത് അല്ലെങ്കിൽ 1/10, അല്ലെങ്കിൽ 1 മണിക്കൂറിൽ 1/10 റിപ്പയർ. അപ്പോൾ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര റിപ്പയർ നടക്കുന്നു. മറ്റാണെങ്കിൽ യൂണിറ്റ് ടൈമിൽ എത്ര ഡാമേജ്, അതായിരുന്നു ലാംഡ. ഇവിടെ 6 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടൈമിൽ എത്ര റിപ്പയർ നടക്കുന്നു, അതാണ് 6ൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ നമ്മുടെ ഇതിൽ റിലയബിലിറ്റിയിൽ പറഞ്ഞപ്പോൾ ഫെയിലിയറിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്തായിരുന്നു? f(t) = ലാംഡ ഇറേസ് മൈനസ് ലാംഡ ടി എന്നല്ലായിരുന്നു പറഞ്ഞിരുന്നത്. f(t) = ലാംഡ ഇറേസ് മൈനസ് ലാംഡ ടി എന്നായിരുന്നു ഓർമ്മയുണ്ടെങ്കിൽ. അപ്പോൾ അതിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ f(t) ക്യാപിറ്റൽ f(t) ഇത് കണ്ടുപിടിച്ചത്. ലാംഡ ഇറേസ് മൈനസ് ലാംഡ ടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത് 0 to ∞. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇത് അറ്റ് ഇൻസ്റ്റൻറ്റ് ടി ആണ്, അതുപോലെ ഇത് ഇൻസ്റ്റൻറ്റ് ടി. അറ്റ് ഇൻസ്റ്റൻറ്റ് ടി നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോബിലിറ്റിയുടെ ഫംഗ്ഷനാണ് r(e⁻⁻rt). പക്ഷേ ഫ്രം ഇൻസ്റ്റൻറ്റ് ടൈം ഈക്വൽ ടു 0 ടു ഇൻസ്റ്റൻറ്റ് ടൈം ഈക്വൽ ടു ടി, ആ ഒരു പീരീഡിൽ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അത് നമ്മൾ 0 to ∞ അല്ല കേട്ടോ, 0 to t ആണ്. നേരത്തെയും 0 to t ആയിരുന്നു, അത് ഞാൻ 0 to ∞ ആയിട്ടാണെന്തോ പറഞ്ഞ് റിലയബിലിറ്റിയിൽ. എന്തായാലും അതിലും 0 to t ആണ്, 0 to ∞ അല്ല. അപ്പോൾ 0 to t വരും. അപ്പോൾ 0 to t നമ്മളിങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 - e⁻⁻rt കിട്ടി. എന്ത്? നമുക്ക് 0 to tയിൽ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോബിലിറ്റി, അതാണ് റിപ്പയറബിലിറ്റി. എന്നാലോചിച്ച് നോക്കിയാൽ റിലയബിലിറ്റി വരുമ്പോൾ നമുക്ക് മിനിമം ഇത്ര സമയം നിൽക്കണമെന്നായിരുന്നു. അതായത് ഇതിന് പുറമേയുള്ള ഇതല്ലാതെ 1 - നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ റിപ്പയറിന് അങ്ങനെയല്ലല്ലോ, നമുക്ക് എത്രയും പെട്ടെന്നല്ലേ കിട്ടേണ്ടത്. അതുകൊണ്ട് ആ പീരീഡിനുള്ളിൽ കിട്ടേണ്ട പ്രോബിലിറ്റിക്കല്ലേ ഇമ്പോർട്ടൻസ്. റിലയബിലിറ്റിക്കാരന് ആ പീരീഡിന് വെളിയിൽ പോകാനുള്ള പ്രോബിലിറ്റിക്കാരന് ഇമ്പോർട്ടൻസ്. റിപ്പയർ ആകുമ്പോൾ ഈ പീരീഡിനുള്ളിൽ നമുക്ക് കിട്ടേണ്ടതിനാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് ഇത് തന്നെയാണ് ഈ റിപ്പയറബിലിറ്റിയുടെ എക്സ്പ്രഷൻ വരുന്നത്. ഈ നമ്മൾ e⁻⁻rt എന്നല്ല എടുക്കുന്നത്, 1 - e⁻⁻rt എന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇനി മീൻ ടൈം ടു റിപ്പയർ, അത് മറ്റേതിൽ 1/λ പറയും പോലെ തന്നെ ഇവിടെ ലാംഡയ്ക്ക് ഒരു 6 ഇട്ട് കൊടുക്കുമ്പോൾ 1/r എന്ന് വരുന്നു. ഇനി ഒരു മൾട്ടിപ്പിൾ കോമ്പണൻറ്റ് സിസ്റ്റം ആണെന്ന് വെച്ചോ, അങ്ങനെയാണ് സിസ്റ്റത്തിൻ്റെ MTTR നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് ഈ ടോട്ടൽ ടൈം ടു റിപ്പയർ ബൈ നമ്പർ ഓഫ് റിപ്പയേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ്. റിപ്പയർ ആവുന്നത് ഫെയിലിയർ ആകുമ്പോഴാണ്. അപ്പോൾ നമ്പർ ഓഫ് റിപ്പയേഴ്സും നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ഈക്വൽ ആയിരിക്കും. അതാണ് നമ്പർ ഓഫ് റിപ്പയേഴ്സ് ബ്രാക്കറ്റിൽ ഫെയിലിയേഴ്സ് എന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് സിസ്റ്റം MTTR എന്ന് പറഞ്ഞാൽ മൊത്തം നമ്മൾ റിപ്പയർ ചെയ്യാൻ എല്ലാ കോമ്പണൻറ്റും കൂടെ എല്ലാ സമയത്തിനും എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ എത്ര കോമ്പണൻറ്റ് നമ്മൾ റിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഒരു കോമ്പണൻറ്റിന് ആവറേജ് നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നതെന്നും കിട്ടും. അതാണ് സിസ്റ്റം MTTR.